ബിജു മേനോൻ നായകനായ തുണ്ട് സിനിമ ഫെബ്രുവരി 16-ന് തിയേറ്ററുകളിലെത്തും. നവാഗതനായ റിയാസ് ഷെരീഫിന്റെ ചിത്രത്തിലേക്ക് തന്നെ ആകർഷിച്ചത് ബോറടിപ്പിക്കാത്ത കഥയും തമാശയുമാണെന്ന് ബിജു മേനോൻ പറഞ്ഞു. ദുബൈയിൽ നടന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിൽ മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു നടൻ. എൻ്റെ കൂടെയുള്ളത് ബിജു മേനോനാണ്. അപ്പം ചേട്ടാ, പ്രത്യേകിച്ച് ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നേരിട്ട് കിടക്കാം. അപ്പം തുണ്ട് സിനിമ റിലീസാകാൻ വേണ്ടി പോവാണ്. എന്താണ് തുണ്ട്? ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പേര് തന്നെയാണ്. ആ പേര് എന്ന് പറഞ്ഞാൽ വളരെ ആപ്റ്റായിട്ടുള്ള പേരാണ്. കാരണം ഞാൻ കഥ മുഴുവൻ ഒരു നെറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവരെൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ടൈറ്റിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ തുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. അപ്പോൾ ചെറുപ്പത്തിൽ പരീക്ഷകൾക്കൊക്കെ തുണ്ട് വെച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതിലുള്ള ക്യാരക്ടർ പോലെ തന്നെ അത് തന്നെ, നമുക്ക് ഭയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയില്ല, ഇപ്പോൾ ശരിക്കും ഭയം തന്നെയായിരുന്നു പല ഏരിയയും. പിന്നെ ആ സമയത്ത് നമ്മളിങ്ങനെ ഉള്ളത് മതി എന്നുള്ള രീതിയിൽ മാനേജ് ചെയ്തില്ല. അത്രയും ടെൻഷൻ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അതുള്ളത് ഹാപ്പി ആയിട്ട് പോയത്. ഈ തമാശയാണെങ്കിലും റിവെഞ്ച് ആണെങ്കിലും സീരിയസ് ആണെങ്കിലും എല്ലാം ബിജുചേട്ടൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൊരു കമൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പം അവസാനം ഗരുഡനിലായാലും അത്രയും അവർ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആണെങ്കിൽ പോലും ബിജുചേട്ടൻ അത് ഹാൻഡിൽ ചെയ്ത് വളരെ ഈസി ആയിട്ടാണെന്ന് ഒരുപാട് കമൻസ് വന്നിരുന്നു. അതിനോടുള്ളൊരു അഭിപ്രായം എന്താണ്? അല്ലെ, നമ്മൾ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്തിപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഒരു സിനിമയിൽ നമുക്ക് പേഴ്സണലി ഒന്നും കൂട്ടാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാരണം ആ സബ്ജക്റ്റ് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലൈൻ ഓഫ് പെർഫോമൻസ് നമുക്കത് വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ അവരായിട്ട് നമുക്ക് ഫീഡ് ചെയ്ത് തരുന്ന ഒരു ലൈനുണ്ട്, ഇന്ന സ്ഥലത്ത് നമ്മൾ കോൺഷ്യസ് ആവണം, ഒട്ടും പിടികൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. എസ്പെഷ്യലി ഇങ്ങനത്തെ സസ്പെൻസ് ത്രില്ലറൊക്കെ ആകുമ്പോൾ നമുക്ക് പലതും ചെറിയൊരു അഭിനയത്തിൻ്റെ പാളിച്ചയിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് തോന്നാവുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സൂക്ഷ്മത പുലർത്തും. കാരണം പാളിപ്പോരുന്ന രീതിയിൽ നമ്മൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കും, എവിടെയെങ്കിലും ഒരു ലാഞ്ചിനും അങ്ങനത്തെ ശ്രദ്ധകളുണ്ടാവും ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. ബാക്കി റൈറ്ററും ഡയറക്ടറും തരുന്ന സ്പേസിൽ തന്നെയല്ലേ നമ്മൾ ചെയ്യും. സിനിമയുടെ പേര് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ തുണ്ടുപടത്തിലെ നായകൻ എന്നുള്ളൊരു ടാഗ് ലൈൻ തമാശക്കാണെങ്കിലും വരുമോ എന്നൊരു അങ്ങനെ ചിന്തിച്ചിരുന്നോ? അതെ, തുണ്ട് എന്തർത്ഥത്തിലാവുന്ന ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആദ്യം അറിയായിരുന്നു. അതൊരു സംസാര വിഷയമാവുമായിരിക്കും, നമുക്ക് ഒരു പബ്ലിസിറ്റി എന്ന രീതിയിൽ നമുക്കൊരു ഗുണം ചെയ്യുന്നത് മനസ്സിലായി. പിന്നെ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ തന്നെ അങ്ങനെ ഒരു ഈ തുണ്ടിൻ്റെ ഡിസൈനിൽ തന്നെ ടൈറ്റിൽ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതിൻ്റെ സംവിധായകനായ റിയാസ് ഷെരീഫ് ഒരു നവാഗതനാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാൾ ഒരു കഥയുമായി വന്നപ്പോൾ എന്താണ് സ്റ്റോറിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ച ഒരു കോർ പോയിന്റ്? കോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാനും ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ അടുപ്പിച്ച് കുറേ സീരിയസ് വേഷങ്ങളായി മാറണമെന്ന് ചിന്തിച്ച് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളും അത്യാവശ്യം നമുക്ക് അറിയാവുന്നവരൊക്കെ ഒരു ഹ്യൂമർ ക്യാരക്ടർ കാണാൻ തോന്നുന്നുണ്ട്. കുറച്ച് സീരിയസ് കണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി എഴുതുന്ന ഹ്യൂമർ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കഥയുമായിട്ട് ജിംഷിയും റിയാസും ആഷിക്ക് വിളിച്ച് പറഞ്ഞിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഈ കഥ കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കഥ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2.5 മണിക്കൂറോളം ഇവർ ഫുൾ നരേഷനും കേട്ടിരുന്നു. എനിക്കൊരു സ്ഥലത്തും ബോറടിക്കണമെന്നോ ബ്രേക്ക് ചെയ്യണമെന്നോ തോന്നിയില്ല. അപ്പോൾ അത് ഫുൾ രസകരമായിട്ട് ഒരു അല്പം ചെറുചിരിയോടെയും പല സ്ഥലത്തും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അങ്ങനെ പോകുന്ന നല്ല രസമുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള, കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞാലും ഒരു ഭയങ്കര വോളിയം ലെവലിലുള്ള ഒരു പെർഫോമൻസ് ഉള്ള ഹ്യൂമറും അല്ല, ഞാൻ ചെയ്യുന്നൊരു റിയലിസ്റ്റിക് ബാക്ക് ടോപ്പിലുള്ള ഹ്യൂമറുമാണ്. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് വരുമ്പോൾ എൻ്റെ ഫീഡിൽ വന്നൊരു പൃഥ്വിരാജായിട്ടിരുന്നൊരു ഇൻ്റർവ്യൂവിൽ ഒരു ചിരിക്കലട എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിങ്ങനെ ഫീഡിൽ ഇങ്ങനെ കറങ്ങി കളിക്കും. അത് ഞാൻ ചെയ്യുന്നത്, നമ്മളൊരു ഫിലിം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടുപ്പമുണ്ട്. അവർ പേഴ്സണലി ഞങ്ങൾ അടുപ്പമുള്ള ആൾക്കാരാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാതെ വന്നു പോകുന്നുണ്ടല്ലോ, മനഃപൂർവ്വം പറയുന്നൊന്നുമില്ല, അറിയാതെ അടുപ്പം കൊണ്ട് വന്നു പോകുന്നതാണ്. ആൾക്കാരൊന്നുമില്ല, അവന് വേദനിക്കുന്നില്ല എന്ന് വിചാരിക്കാം. തീർച്ചയായും കരിയറിലെ പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു ലീലയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും സംഗതികളൊക്കെ വന്നു. രഞ്ജിത്തും അതുപോലെ തന്നെ വിനായകനും തമ്മിലൊക്കെ അത്ര വിവാദങ്ങളൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ കഥയിലുള്ള ആ ക്യാരക്ടറിൽ നിന്ന് വഴിമാറിയിട്ടാണ് ആ ഒരു സിനിമ വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്രിറ്റിസിസം സാധനങ്ങളൊക്കെ കണ്ടു. അത്തരം വിമർശനങ്ങളൊക്കെ കാണാറുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുന്ന അതിലൊരു ഡയറക്ടർ നമുക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ലീല ഞാൻ വായിച്ചിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഇതെങ്ങനെയായിരിക്കും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ നമുക്കൊരു ഡൗട്ടുണ്ട്. ആസ് ഒരു ആക്ടർ എന്ന് പറഞ്ഞ രീതിയിൽ എൻ്റെ അടുത്ത് ആ ലീല ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോഴും സംയുക്തയും ഞങ്ങളെല്ലാവരും സംസാരിച്ചപ്പോഴും
അത് ആ രീതിയിൽ കാണുന്നവരാണ് നമ്മൾ പ്രേക്ഷകർ എന്ന രീതിയിലും. പിന്നെ എനിക്കുള്ള കോൺഫിഡൻസ് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറയണം, ഉണ്ണിയുണ്ട് കൂടെ. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാന്നേ ഉള്ളൂ. അതിൻ്റെ പ്രേക്ഷകരെ എന്നെ ഒരു വശം ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് നല്ലൊരു കഥാപാത്രം ചെയ്യുക, ആൾക്കാർ സംസാരിച്ചൊരു കഥ നമുക്ക് സിനിമയാക്കാൻ പറ്റും, അതിലൊരു ഭാഗമാക്കാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അത് നന്നാക്കാൻ പറ്റുമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ബാക്കി ഏരിയയെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതുപോലെ ഈ ആർക്കറിയാം എന്ന സിനിമയിലെ ബിജുവേട്ടൻ്റെ ക്യാരക്ടർ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ദേശീയ അവാർഡ് ഏതാണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ഷറഫുദ്ദീൻ അടക്കം നമ്മുടെ ഇന്റർവ്യൂവിലടക്കം ഷറഫുദ്ദീൻ പറഞ്ഞിരുന്നു. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു? ദേശീയ അവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും അവാർഡ്സ് ഈ ഫിലിമിന് ഉണ്ടാവും എന്ന് കരുതിയിരുന്നു. എനിക്ക് സച്ചിയുടെ മേഖലയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല ചിത്രത്തിനുള്ള അല്ലെങ്കിൽ സച്ചിയുടെ ഒരു സംഭവം എന്നൊക്കെ നമുക്കൊന്നും പേഴ്സണലി ആൾക്കാർ പറയുമായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ആഗ്രഹമില്ലെന്ന് വെച്ചാൽ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, അല്ല. പക്ഷെ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊന്നും വെച്ച് വളർത്തിയിരുന്നില്ല. അപ്പോൾ തുണ്ടൊരു ഹ്യൂമർ പാക്ഡ് ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അതെ. അപ്പോൾ ഈ തൊട്ടടുത്തിറങ്ങിയ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങി, പോലീസ് സിനിമകൾ. അതിൽ നിന്ന് ഏറെ ഡിഫറെൻ്റ് ആണ് തുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവർക്കും തമാശയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഫാമിലിയായിട്ട് തിയേറ്ററിൽ ആയിരിക്കുന്ന 2 മണിക്കൂർ നിങ്ങൾക്ക് ബോറടിക്കാതെ ആസ്വദിച്ച് കാണാവുന്ന ഒരു സിനിമയാണ്. അതിനുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും സിൻസിയറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രേക്ഷകരുടെ കയ്യിലേക്ക് 16-ാം തീയതി കൊടുക്കുകയാണ്. അപ്പോൾ തുണ്ട് വലിയൊരു വിജയമായിട്ട് മാറട്ടെ. താങ്ക് യു.